നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും കോളിളക്കം സൃഷ്ടിച്ച ഒരു മരണമായിരുന്നു നിതിൻ രാജ് എന്ന് പറയുന്ന ഡെൻ്റൽ കോളേജ് വിദ്യാർത്ഥി അഞ്ചരക്കണ്ടിയിൽ മരണപ്പെട്ടത്. നമ്മളത് പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായി അറിയാം, ഡോക്ടർ റാം എന്ന് പറയുന്ന അവരുടെ ഒരു അധ്യാപകൻ നടത്തിയിട്ടുള്ള ക്രൂരമായ വംശീയ അധിക്ഷേപം ഇതുതന്നെയാണ് മരണകാരണം. അത് ഏതൊരു വിദ്യാർത്ഥി, ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കേരളത്തിനകത്തുണ്ടാകുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടാകുന്ന വിദ്യാർത്ഥികളെ വംശീയമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രസ്താവനകൾ പല അധ്യാപകരും ഇവിടെ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇവിടെ ആഭ്യന്തര വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് സമീപനത്തെക്കുറിച്ചാണ് കോടതി പോലും ചോദ്യം ചെയ്യുന്നത്. നമുക്കറിയാം, ഇതിൻ്റെ അന്വേഷണം നടത്തിയിരുന്ന DYSP സുധീർ കല്ലൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ആ സുധീർ കല്ലൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ ഭാഷയിലാണ് കോടതിയുടെ വിമർശനം ഉണ്ടായത്. ഒടുവിൽ ഈ പറയുന്ന റാമിന്, അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട യാതൊരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് ഡോക്ടർ റാമിനെ പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ടുവന്നത്. അപ്പോൾ അവിടെ സംഭവിച്ച കാര്യം, ഡോക്ടർ റാമിന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സകല ലൂപ്പ് ഹോളുകളും ഒരുക്കിയിട്ടുകൊണ്ട്, അതായത് എല്ലാ തരത്തിലും DYSP കല്ലൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഡോക്ടർ റാം, അതായത് ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഭാവി വാഗ്ദാനമായി നിൽക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ആ കുടുംബം ആ ഒരു കുട്ടിയുടെ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിയെ കൊലപ്പെടുത്തി അല്ലെങ്കിൽ കൊലയ്ക്ക് കൊടുത്ത ഒരാളാണ് ഈ ഡോക്ടർ റാം. അങ്ങനെ ശരിക്കും പറഞ്ഞൊരു കൊലക്കുറ്റം ആരോപിക്കത്തക്ക തരത്തിലുള്ള തെറ്റ് ചെയ്ത ഒരു വ്യക്തി, ഒരു കൃത്യം നിർവഹിച്ച ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് രക്ഷപ്പെടാൻ ഇടയില്ലാത്ത വിധം പഴുതടച്ച ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ ഒരു സമീപനവുമായിരുന്നു ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. എങ്കിൽ മാത്രമേ ഒരു മകനെ നഷ്ടപ്പെട്ട വീട്ടുകാർക്ക്, അല്ലെങ്കിൽ നിതിൻ രാജൻ തന്നെ കൂട്ടിക്കോളൂ, ആ നിതിൻ രാജിന് തന്നെ ഒരു നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതേസമയം ഈ കല്ലൻ്റെ ഈ ഒരു നീക്കം, അതായത് സുധീർ കല്ലൻ എന്ന് പറയുന്ന DYSPയുടെ ഈ നീക്കം ഈ ഡോക്ടർ റാമിന് പുറത്തേക്ക് ഇറങ്ങുന്നതിനുള്ള സകല വഴികളും തുറന്നു കൊടുത്തു എന്നുള്ള കാര്യം നേരത്തെ തന്നെ കോടതി കണ്ടെത്തിയതാണ്. അന്ന് തന്നെ ആഭ്യന്തര വകുപ്പിലെ ഈ ഉദ്യോഗസ്ഥർക്ക് വിമർശനവും നേരിടേണ്ടി വന്നു. അതായത് ഈ പറയുന്ന കുറ്റവാളിക്കൊപ്പം ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ അയാളുടെ ചെലവ് ഭക്ഷണം കഴിക്കുന്നതാണോ ഒരു പോലീസ് ചെയ്യേണ്ടത്, ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ശക്തമായ വിമർശനം നമുക്കറിയാവുന്നതുപോലെ ഈ ഹൈക്കോടതി ഉയർത്തുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. എന്തുകൊണ്ടാണ് ഈ സുധീർ കല്ലനെ ഇപ്പോഴും ഈ സർവീസിൽ വെച്ച് പൊറുപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം കോടതി ചോദിക്കുന്നുണ്ട്. ഇത് ആഭ്യന്തര വകുപ്പിനോടുള്ള ഏറ്റവും വലിയ ചോദ്യമാണെന്നേ. നമുക്ക് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു നോക്കാം. ഇവിടെ നേരത്തെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന, അതായത് ഓപ്പറേഷൻ തൂഫാൻ്റെ ചുമതലയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ, IG ആയിരുന്ന ഉദ്യോഗസ്ഥനെ മാറ്റിയിട്ട് പിന്നീട് നിശാന്തിനി IPS തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സമീപനം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്തിനാണ് അങ്ങനെയൊരു നീക്കം ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? എത്ര പെട്ടെന്നായിരുന്നു? എന്താണ് സംഭവിച്ചത്? നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാം. മുഖ്യമന്ത്രി VD സതീശൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ഏകദേശം 10-40 തവണ പലയിടങ്ങളിൽ പലപ്പോഴായി കണ്ട വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹവാല ഇടപാടുകൾ അടക്കം നടത്തുന്ന, മയക്കുമരുന്ന് വ്യാപനം കേരളത്തിൽ സജീവമാക്കിക്കൊണ്ടിരിക്കുന്ന, കഴിഞ്ഞ കാലത്ത് 1/2 കിലോയോളം വരുന്ന MDMA എന്ന് പറയുന്ന ലഹരി വസ്തുവുമായി ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ അതോടൊപ്പം പിടിച്ച ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് മുഖ്യമന്ത്രിയുമായി 40 തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ അത്രയും തവണ കൂടിക്കാഴ്ച നടത്തിയ ഒരു വ്യക്തി, ആ വ്യക്തിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റിക്കൊണ്ട് കോടതി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുന്നത്. IG പുട്ടവിമലാദിത്യ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ അവിടുന്ന് മാറ്റുന്നു. അവിടുന്ന് മാറ്റിക്കൊണ്ട് പകരം IG നിശാന്തിനിയെ കേസിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു. എന്നിട്ട് ആഭ്യന്തര വകുപ്പ് പറഞ്ഞ എന്താണ്, ഞങ്ങൾ അദ്ദേഹം ഈ പുട്ടവിമലാദിത്യ എന്ന് പറയുന്ന IPS ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അവധിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു നടപടി ഉണ്ടായി എന്നുള്ളതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതൊരു നടപടിയായിരുന്നു. എന്തിന് നടപടി എടുത്തു? ആ നടപടി മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനാണ് പുട്ടവിമലാദിത്യ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയുള്ള ഉദ്യോഗസ്ഥനെ സർവീസിൽ വെച്ച് പൊറുപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അയാൾക്കെതിരെ പെട്ടെന്ന് നടപടിയെടുത്തു. ഇത് കോൺഗ്രസിൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടി വരും. കാരണം ഇവിടെ മരിച്ചു പോയതൊരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ വിദ്യാർത്ഥിയുടെ മരണത്തിന് കാരണക്കാരനായ വെറും ഒരു അധ്യാപകനെ അവിടെ നിന്ന് എന്തുകൊണ്ടാണ് അറസ്റ്റ് ലൂപ്പ് ഹോളോടുകൂടി പഴുതുകളോടുകൂടി അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ കർത്തവ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥൻ, ആ അറസ്റ്റ് ചെയ്ത ഉദ്യോഗസ്ഥനായ
ഈ പറയുന്ന സുധീർ കല്ലനെ എന്തുകൊണ്ടാണ് പിന്നെ ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്യാത്തത് എന്നുള്ള ചോദ്യം വളരെ കൃത്യമായ ചോദ്യമാണ്, വളരെ കൃത്യമായ ചോദ്യമാണ്. അപ്പം ഇവിടെ ഇരട്ടത്താപ്പ് കളിക്കുന്നു. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച നേരത്തെ അങ്ങനെയുള്ള ഒരു ഉദ്യോഗസ്ഥനെ പെട്ടെന്ന് തന്നെ അവധിയിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അന്വേഷണ ചുമതലയിൽ നിന്ന് തന്നെ മാറ്റുന്നു, ആ ടീമിൻ്റെ തലപ്പത്തിൽ നിന്ന് മാറ്റുന്നു, തൂഫാൻ്റെ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇരട്ടത്താപ്പ് കളി തന്നെയല്ല എന്ന് നമുക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റും, പിന്നെ നമുക്ക് പറയാൻ പറ്റും, വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് പിന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ കെടുകാര്യസ്ഥത തന്നെയാണ്. ഇനി അതല്ല, പിന്നെ കോടതി വിജിലൻസ് വിഭാഗം പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാറ്റുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഇവിടെ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുള്ളത് കൊണ്ട് ആ നടപടിക്രമങ്ങൾക്കായുള്ള കാലതാമസമാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന് കോടതിയെ ബോധിപ്പിച്ചു. അപ്പം എന്നാൽ ഈ എല്ലാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ നമുക്കറിയാം വിവാദം ഉണ്ടായത് വി ഡി സവർക്കറെ കുറിച്ചൊരു ചോദ്യം വന്നിരുന്നു. ഈ വി ഡി സവർക്കറെ കുറിച്ചൊരു ചോദ്യം വന്ന സമയത്ത് ആ ചോദ്യം തെറ്റായിരുന്നു, പക്ഷേ ഒരിക്കലും നടപടി ഉണ്ടാകില്ലായിരുന്നു. അതൊരു വിവാദമായില്ലായിരുന്നെങ്കിലോ, അത് ഇടത് സംഘടനകൾ അതിനെ ഉയർത്തിക്കൊണ്ട് വന്നില്ലായിരുന്നെങ്കിലോ ഒരു പക്ഷേ അത് വിവാദത്തിലേക്ക് പോകില്ല. ആ ചോദ്യവും ഉത്തരവും എല്ലാം കൃത്യമായി അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ആ ക്വിസ് കോമ്പറ്റീഷൻ പിന്നെ അതിന് കൃത്യമായി ഉത്തരം നൽകിയ ഒരു വിദ്യാർത്ഥിക്ക് കൊടുക്കുകയും ചെയ്തേനെ. അപ്പോൾ ഈ ചോദ്യം ഉണ്ടാക്കിയ അധ്യാപകനെ സസ്പെൻഡ് ചെയ്യാൻ എത്ര സമയം എടുത്തിരുന്നു? അത് വളരെ എടുപ്പ്. അപ്പം കോടതി ചോദിക്കുന്ന ചോദ്യമാണ്, ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യാൻ വളരെ കുറച്ച് സമയം മാത്രമേ എടുത്തുള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ആളിനെ സസ്പെൻഡ് ചെയ്യുന്നതിന് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടിയിരുന്നില്ലേ? അപ്പോൾ ഇവിടെ മാത്രം എന്താണ് അങ്ങനെ ഒരു നീക്കം? രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവിടുത്തെ കൗൺസിലറായിരുന്ന സുഗതിന് അവിടെ വന്ന് പിന്നെ അവിടേക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്ത അണ്ടർ സെക്രട്ടറി ഉണ്ടല്ലോ. അപ്പോൾ ആ അണ്ടർ സെക്രട്ടറിക്ക് എതിരായി നടപടി സ്വീകരിച്ചപ്പോൾ ഈ പറയുന്ന നടപടിക്രമങ്ങൾ പാലിക്കേണ്ടി വന്നില്ലേ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. സ്വാഭാവികം മാത്രമല്ലേ, എം ആർ അജിത് കുമാറിനെ പിന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ അവിടെ പാലിക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം പാലിച്ചിട്ട് തന്നെയല്ലേ? അപ്പം നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഒരു DYSP പുറത്താക്കാൻ പറയൂ എന്ന് പറയുന്ന മുടന്തൻ ന്യായം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് ശരിക്കും ആഭ്യന്തര വകുപ്പ്. അതായത് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചില രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസൃതമായി തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ തരമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിജിലൻസ് അന്വേഷണം പുനർജനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഒരു കേസ് നടക്കുകയും അത് CBIക്ക് റെഫർ ചെയ്ത സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും വിജിലൻസ് എന്തിനാണ് ഇപ്പോൾ ക്ലീൻ ചിറ്റ് കൊടുത്തതായി പ്രഖ്യാപിച്ചത്? അവിടെ CBI അന്വേഷണം നടന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ CBI അന്വേഷണത്തിന് റെഫർ ചെയ്ത ഒരു കേസിൽ എങ്ങനെയാണ് CBI അന്വേഷണം നടക്കാതെ വിജിലൻസ് ക്ലീൻ ചിറ്റ് കൊടുത്തു എന്ന് ആഭ്യന്തര വകുപ്പിന് പറയാൻ കഴിയുന്നത്? കാരണം അതിനകത്ത് പ്രതിസ്ഥാനത്തും കുറ്റാരോപിതനായി നിലനിൽക്കുന്നതും മറ്റാരും ആയിരുന്നില്ല, നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ തന്നെ ആയിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിയായ VD സതീശന് എതിരായി ഒരു ആരോപണം ഉന്നയിക്കുകയും അത് വിജിലൻസ് അന്വേഷിക്കുകയും സ്വാഭാവികമെന്ന വണ്ണം അത് CBI അന്വേഷണത്തിലേക്ക് റെഫർ ചെയ്ത സാഹചര്യത്തിൽ പോലും അതിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു തലത്തിലേക്ക് പോയത് ഈ പറയുന്ന ആഭ്യന്തര വകുപ്പിൻ്റെ ഇരട്ടത്താപ്പ് നയം തന്നെയാണെന്ന് പറയേണ്ടി വരും. അത് വ്യക്തമാണ്, ഇരട്ടത്താപ്പ് നയം തന്നെയാണ്, അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം കോടതി പോലും അത് വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാവുന്ന മറ്റൊരു കാര്യം ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ, പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആർലേക്കർ ഇപ്പോൾ പോലീസ് മേധാവി വിളിച്ചു വരുത്തി തനിക്ക് പറയാനുള്ള കാര്യം അല്ലെങ്കിൽ തനിക്ക് ചുമതലകൾ ഏൽപ്പിക്കുന്നു. ആരാ ചെയ്യേണ്ടത്? ആഭ്യന്തര വകുപ്പ് ചെയ്യേണ്ടതാണെന്നേ. അത് ആർലേക്കർ ചെയ്യുന്നു, നമ്മുടെ ഗവർണർ ചെയ്യുന്നു. അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട് സർക്കാർ, പ്രതിപക്ഷം. അപ്പോൾ ഈ രീതിയിൽ ആലോചിച്ച് നോക്കിക്കോളൂ. ഇനി ഇവിടെ എന്താണ് നമ്മളുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം? നമ്മുടെ പ്രശ്നം വേറൊന്നുമല്ല, ഇവിടെ ഒരു സസ്പെൻഷൻ ആവശ്യമാണ് എന്ന് എല്ലാ ജനങ്ങൾക്കും തോന്നിയൊരു കാര്യമാണ്. പക്ഷേ അത് സസ്പെൻഡ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് തൂഫാനെയും ആഭ്യന്തര വകുപ്പിനെയും തമ്മിൽ നമുക്കൊന്ന് നോക്കിയാൽ, തൂഫാൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കേരളമെങ്ങും, അതിപ്പം അടുത്ത ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്ന ഓണം കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ കേരളത്തിലെ മയക്കുമരുന്ന്, സത്യം പറഞ്ഞാൽ ഓപ്പറേഷൻ തൂഫാൻ ഏറ്റവും മികച്ച ഒരു പ്രോജക്റ്റ് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ തൂഫാൻ്റെ മറയിൽ, അല്ലെങ്കിൽ തൂഫാൻ എന്ന് പറയുന്നത് കേരളം മുഴുവൻ വൈഡ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന വലിയൊരു ഓപ്പറേഷനാണ്. ഇപ്പോൾ ഈ ഓപ്പറേഷൻ്റെ മറവിൽ നിന്നുകൊണ്ട് അതിനെ ഒരു മറയായി പിടിച്ചുകൊണ്ട്, അപ്പോൾ ജനം ശ്രദ്ധിക്കുമ്പോൾ എന്താണ്, ആഭ്യന്തര വകുപ്പ് ഇവിടെ ഭയങ്കര ഇപ്പോൾ എന്താ പറയുക, വളരെ ഉത്സാഹകരമായി അല്ലെങ്കിൽ ഉത്സാഹത്തോടു കൂടി ഓരോ കാര്യങ്ങൾ തൂഫാനുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ ഇതൊക്കെയാണ്. പല പ്രതികൾക്കും രക്ഷപ്പെടാനുള്ള അവസരം
അവസരം ഒരുക്കി കൊടുക്കുന്നു. പല പ്രതികളേക്കും ക്ലീൻ ചിറ്റ് നൽകി അവരെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നു. പാർട്ടിയിൽ നിന്ന് വരുന്ന പ്രതികൾക്ക് അവർക്ക് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. ഇപ്പം നമ്മൾ അറിയാമല്ലോ. അപ്പോൾ ഈ രീതിയിലൊക്കെ അവർക്ക് വേണ്ട വിധത്തിലുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് കൂടി വേണ്ടിയിട്ട് ഇതിൻ്റെ തൂഫാൻ്റെ മറ പിടിച്ചുകൊണ്ട് ആഭ്യന്തര വകുപ്പ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ജനങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഇതിനെക്കുറിച്ചായിരിക്കും, സ്വാഭാവികമായിട്ട് തൂഫാനെക്കുറിച്ച് ചർച്ച ചെയ്യും. പക്ഷേ അതിൻ്റെ പിന്നിൽ നടക്കുന്ന ഇപ്പം ഡോക്ടർ റാം രക്ഷപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കേസിൽ സംഭവിച്ചത്, അതോടൊപ്പം തന്നെ ഈ പുട്ടവിമലാദിത്യ എന്ന് പറയുന്ന IGS പിന്നെ അവിടെ നിന്ന് അന്വേഷണ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയ സംബന്ധിച്ച്, അപ്പോൾ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പറയുന്ന പോലെ പുനർജനി കേസുമായി ബന്ധപ്പെട്ട് VD സതീശന് ഒരു ഇത് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഇതിൻ്റെ സൈഡിലൂടെ ഇതിൻ്റെ മറ പറ്റിക്കൊണ്ട് നടക്കുന്ന അനധികൃതമായ ക്രയവിക്രയങ്ങളാണ് എന്ന് സംശയലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും.